ബ്ലൂ വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ദേവസ്വം ബോർഡ് LDC ആണ്. ഇതിൽ ചില പ്രധാന ക്വസ്റ്റ്യൻസുകളാണ് നോക്കുന്നത്. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? അർജുനൻ ആണ്. അടുത്തത്, വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറുക്കൽ നേർച്ച നടത്തുന്ന ക്ഷേത്രം. വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറുക്കൽ നേർച്ച നടത്തുന്ന ക്ഷേത്രം ഏതാണ്? കാടാമ്പുഴ ദേവീക്ഷേത്രമാണ്. കാടാമ്പുഴ ദേവീക്ഷേത്രമാണ്. ഇത് മലപ്പുറം ജില്ലയിലാണ് കാടാമ്പുഴ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കരയാണ്. തൃക്കാക്കരയാണ് വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്? പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്? മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. അടുത്തത്, കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതി എന്ന കൃതിയാണ്. കൃഷ്ണഗീതി എന്ന കൃതിയാണ്. അടുത്തത്, വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം എത്രയാണ്? വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം എത്രയാണ്? 4 ആണ് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിന്റെ എണ്ണം. അടുത്തത്, ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? 18 ആണ്. 18 അധ്യായങ്ങളാണ് ഉള്ളത്. അടുത്തത്, യുദ്ധകാന്ഡം ഏത് വൃത്തത്തിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്? യുദ്ധകാന്ഡം ഏത് വൃത്തത്തിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്? കാകളിയാണ്. കാകളിയാണ് യുദ്ധകാന്ഡം ഏത് വൃത്തത്തിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? കാകളിയാണ്. കാകളി. അടുത്തത്, പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പും ചെണ്ടയുമാണ്. തപ്പും ചെണ്ടയുമാണ്. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പും ചെണ്ടയുമാണ്. സോപാന സംഗീതത്തിന്റെ മറ്റൊരു പേര്. സോപാന സംഗീതത്തിന്റെ മറ്റൊരു പേര് കൊട്ടിപ്പാടി സേവ എന്നാണ്. കൊട്ടിപ്പാടി സേവ എന്നാണ്. അടുത്തത്, കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത്. കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതമാണ്. കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതമാണ്. അടുത്തത്, ആദ്യത്തെ ചവിട്ടുനാടകം എന്ന് കരുതപ്പെടുന്നത്. ആദ്യത്തെ ചവിട്ടുനാടകം എന്ന് കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതമാണ്. കാറൽമാൻ ചരിതമാണ്. അടുത്തത്, ഗുരു ഗോപിനാഥന്റെ യഥാർത്ഥ പേര്. ഗുരു ഗോപിനാഥന്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ്. ചമ്പക്കുളം ഗോപിനാഥ പിള്ള. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥാണ്. ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ്. അടുത്തത്, കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേര്. കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേര് കഥകളി നടനമെന്നാണ്. കഥകളി നടനമെന്നാണ്. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തം. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തം മോഹിനിയാട്ടമാണ്. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തം. അടുത്തത്, മോഹിനിയാട്ടത്തിന്റെ മാതാവ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മയാണ്. കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ്.
അടുത്തത് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തൻ ഉണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധഃപതനം സംഭവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തൻ ഉണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധഃപതനം സംഭവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ്? ഉത്രം തിരുനാളാണ്. അടുത്തത് ശിവന്റെ ആയുധം ഏതാണ്? ശിവന്റെ ആയുധം തൃശൂലമാണ് ശിവന്റെ ആയുധം. അടുത്തത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ആണ്. 1888. അടുത്തത് പത്മപുരാണത്തിൽ ജലനിധി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? പത്മപുരാണത്തിൽ ജലനിധി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? ശംഖ് ആണ്. ആരുടെ പത്നിയാണ് ഊർമിള? ലക്ഷ്മണൻ ആണ്. അടുത്തത് ഇന്ദ്ര എന്ന വാക്ക് ഋഗ്വേദത്തിൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു? 250. അടുത്തത് ഋഗ്വേദത്തിലെ മണ്ഡലങ്ങളുടെ എണ്ണം. 10 ആണ്. ഋഗ്വേദത്തിൽ ആദ്യം പരാമർശിക്കപ്പെടുന്ന ദേവൻ അഗ്നിയാണ് ആദ്യം പരാമർശിക്കപ്പെടുന്ന ദേവൻ. ഋഗ്വേദത്തിലെ പ്രധാന ദൈവം. ഋഗ്വേദകാലത്തിലെ പ്രധാന ദൈവം ഇന്ദ്രൻ ആണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സാഹിത്യ ഗ്രന്ഥം ഋഗ്വേദമാണ്. ഋഗ്വേദ രചയിതാവായി കണക്കാക്കുന്നത് വിശ്വാമിത്രനാണ്. അടുത്തത് മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരം. മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമാണ്. അടുത്തത് പഞ്ചാക്ഷര മന്ത്രം ഏതാണ്? പഞ്ചാക്ഷര മന്ത്രം നമഃശിവായാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ ക്ലാസ് ആയിരുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.